എന്നാ സാർ കാൾപ്പേ സാർ എന്നാ പണ്ണ് വെച്ചിരിക്കേ. സോ ഇതാണ് നത്തിങ്ങിൻ്റെ ലേറ്റസ്റ്റ് നത്തിങ് ഫോൺ 3. നിങ്ങൾ ടെക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ കുറിച്ച് കേട്ട് കാണും. കാരണം അത്രയും ഹൈപ്പും പിന്നെ ലോഞ്ചിന് ശേഷം അത്രയും ഫീഡ്ബാക്ക് ആണ് ഇതിനെക്കുറിച്ച് ആളുകൾ ഷെയർ ചെയ്തത്. സോ ഓരോ ബ്രാൻഡും അവരുടെ ഫോണുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും അല്ലേ. ചില ബ്രാൻഡുകൾ സെയിം സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചില ബ്രാൻഡുകൾ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ഒരു ഡിസൈനിൻ്റെ പുറകെയുള്ള ഉദ്ദേശം എന്താണ് എനിക്ക് ആക്ച്വലി മനസ്സിലായിട്ടില്ല. നത്തിങ് പറയുന്നതനുസരിച്ച് ഇതൊരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സോ നത്തിങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആവാം, ദാറ്റ് ഈസ് ട്രൂ. അവരുണ്ടാക്കിയ ഏറ്റവും പവർഫുൾ ഫോണാണ്. പക്ഷേ 80,000 രൂപയ്ക്കാണ് നത്തിങ് ഈ ഒരു ഫോൺ 3 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എനിവേ ഞാനെല്ലാം ഷെയർ ചെയ്യാം. പിന്നെ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ അല്ല. എനിക്ക് ഈ ഫോൺ 2 ദിവസം മുന്നേ എങ്ങാണ്ടാണ് കിട്ടിയത്. പിന്നെ അറിയാലോ ഇന്ന് മൊത്തം ഫോൺ ലോഞ്ചസ് ആയിരുന്നു. സോ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഒപ്പീനിയൻ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. നത്തിങ് നോർമലി തരാറുള്ളത് പോലെ നല്ല പ്രീമിയം പാക്കേജിങ്ങിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. കണ്ടില്ലേ, ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് പാക്കേജിങ്. ബോക്സിൽ ഫോണുണ്ട്, TPU കേസ്, ഡോക്യുമെന്റ്സ് ആൻഡ് ചാർജിങ് കേബിൾ. യെസ്, സോ നത്തിങ്ങിൻ്റെ CMF ഫോണിൻ്റെ കൂടെ ചാർജർ നത്തിങ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലാഗ്ഷിപ്പിൽ അത് പ്രതീക്ഷിക്കേണ്ട. സോ ബോക്സിൽ ചാർജർ നെഹിഹെ. ഫോണിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ബിൽഡ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് നൈസ്. ചുറ്റുമുള്ള ഫ്രെയിം മെറ്റലാണ്. 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. പിന്നെ നത്തിങ്ങിൻ്റെ ടിപ്പിക്കൽ ഡിസൈൻ അറിയാമല്ലോ, അതായത് അവർ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള ഡിസൈൻ അല്ല ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ. അതാണ് കാൾപ്പ് വീണ്ടും വീണ്ടും പറയുന്നത്, നമുക്കിത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കി. ക്യാമറയുടെ ലേ ഔട്ട് കൊണ്ടോ അത്രയും സിമെട്രിക്കൽ അല്ല. അതായത് ദൂരെ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അയാൾക്ക് നത്തിങ് ഫോൺസ് എന്താണെന്ന് അറിയാമെങ്കിൽ ആ ഒരാൾക്ക് മനസ്സിലാവും നത്തിങ്ങിന്റെ ഫോൺ ആണെന്ന്. അതല്ല, നത്തിങ്ങിനെ കുറിച്ച് കേൾക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ എന്തായാലും ചോദിക്കും, ഇതേതാ ഈ ഫോൺ. ഫോണിന്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ. പവർ ബട്ടണിന് താഴെയായിട്ട് എസെൻഷ്യൽ കീ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നത്തിങ്ങിന്റെ ഫോൺ 3A പ്രോയിൽ കണ്ട ഒരു കീ ആണ് ഈ എസെൻഷ്യൽ കീ. ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, ടോപ്പ് ഫയറിംഗ് സ്പീക്കർ സ്ലോട്ട്. ലെഫ്റ്റ് സൈഡിലാണ് വോളിയം റോക്കർ. താഴെ നോക്കുകയാണെങ്കിൽ സിം ട്രേ ഉണ്ട്. യെസ്, ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് തന്നിരിക്കുന്നത്. മൈക്ക്, USB Type-C പോർട്ട്, USB 2.0 ആണ്. ഓക്കെ, സോ അവിടെ തന്നെ അത് ഫ്ലാഗ്ഷിപ്പ് അല്ല ആക്ച്വലി. സോ USB 2.0 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ബോട്ടം ഫയറിംഗ് സ്പീക്കർ സ്ലോട്ട്. ഫോൺ അത്യാവശ്യം ബൾക്കിയാണ്, ഹെവിയാണ്. ഇപ്പം ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഭയങ്കര സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോൺസ് കാര്യങ്ങളൊക്കെ. പക്ഷെ നോർമലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ വെയിറ്റ് ഉണ്ടാവാറുണ്ട്, ഇവിടെയും വെയിറ്റ് ഉണ്ട്. എന്നാൽ തിക്നെസ്സും ഉണ്ട്. ഓൾമോസ്റ്റ് 9 mm ആണ് തിക്നെസ്, 218 gram ആണ് വെയിറ്റ്. സോ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ആവും. ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് IP68 റേറ്റിംഗുമായാണ് വരുന്നത്. പിന്നെ ഫോണിന്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് അല്ല എന്നാലും ഓക്കെ. പക്ഷെ ഫ്രണ്ടിൽ അതായത് ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളൂ. സോ എനിക്ക് മനസ്സിലായി നോർമലി നല്ല കുറച്ചുകൂടി ബെറ്റർ പ്രൊട്ടക്ഷൻ വേണ്ടത് ഡിസ്പ്ലേക്കല്ലേ, അതല്ലേ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു നത്തിങ് ഉണ്ടാക്കിയ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈൻ ഒന്നും പറ്റാൻ പാടില്ല. അതുകൊണ്ട് ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ ട്രാൻസ്പെറൻറ്റ് ബാക്ക് ആണ്. ഉള്ളിൽ ഒരുപാട് ഡിസൈനിങ് പാറ്റേൺസും പിന്നെ സ്ക്രൂ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നതാണ് റെഡ് ലൈറ്റ്, അതായത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു റെഡ് ലൈറ്റ് കത്തും. പിന്നെ ഇത്തവണ ഗ്ലിഫ് ലൈറ്റ്സ് വരുന്നില്ല. ഓക്കെ, ഗ്ലിഫ് ലൈറ്റ്സ് എടുത്ത് കളഞ്ഞിട്ട് ഈ കാണുന്ന ഗ്ലിഫ് മേട്രിക്സ് സെറ്റപ്പ് ആണ് നത്തിങ് ഫോൺ 3 വന്നിരിക്കുന്നത്. 489 ഇൻഡിവിജ്വൽ LEDs ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്ലിഫ് മേട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഗ്ലിഫ് മേട്രിക്സ് ഗ്ലിഫ് മിറർ ആക്കി യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ റിയർ ക്യാമറ വെച്ച് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന്റെ ഒരു നമ്മുടെ ഗ്ലിഫ് മേട്രിക്സ് രൂപം ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ആ ഫീച്ചർ ഉണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്നതാണ് ഈ ഒരു ഗ്ലിഫ് മേട്രിക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ മാറ്റി കളിക്കാൻ വേണ്ടിയുള്ള ബട്ടണാണ് ഈ കാണുന്ന ഗ്ലിഫ് ബട്ടൺ. കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺ ആണ്, അതായത് ഉള്ളിലേക്ക് കയറി പോകുന്നില്ല, പക്ഷെ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ അത് വർക്ക് ആവുമല്ലോ. ഓക്കെ, സോ ഫോൾസ് ടച്ച് ഒന്നും പേടിക്കേണ്ട, പക്ഷെ കുറച്ച് ഫോഴ്സിൽ വേണം അത് പ്രസ് ചെയ്യാൻ, എന്നാലേ അത് ആക്ടിവേറ്റ് ആവുള്ളൂ. പിന്നെ സ്പിൻ ദ ബോട്ടിൽ, ഡിജിറ്റൽ ക്ലോക്ക്, ബാറ്ററി ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് വാച്ച്, സോളാർ ക്ലോക്ക്, ഇതുപോലുള്ള ഐറ്റംസ്. അതായത് നത്തിങ് തന്നെ ഇതിനെ ഒരു ടോയ് ആയിട്ടാണ് പറയുന്നത്, അതായത് ഒരു കളിപ്പാട്ടം, ഒരു ടോയ്. അത് ഈ ടോയ്സ് അങ്ങനെയാണ് നത്തിങ് വിളിക്കുന്നത്, ഞാനല്ല വിളിച്ചത്. ഓക്കെ, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഗ്ലിഫ് ടോർച്ച് ആയി മാറും. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ കയറിയിട്ട് ഓരോ കോൺടാക്റ്റിന് പ്രത്യേകം ലോഗോ അല്ലെങ്കിൽ ഈ സിമ്പിൾ അസൈൻ ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇതാണ് അതിന്റെ കളക്ഷൻ. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഏതെങ്കിലും ഒരു കോൺടാക്റ്റിന് അസൈൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരാൾ വിളിക്കുമ്പോൾ ആ ഒരു ലോഗോ ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. എനിവേ, സോ ഇതൊരു ഞാൻ പറഞ്ഞ ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. ഞാനൊന്ന് ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞു തരാം ഏതൊക്കെ ഫീച്ചർ ടോയ് ആണ്, അതായത് കളിപ്പാട്ടമാണ്, ഏതൊക്കെ ഫീച്ചർ ശരിക്കും യൂസ്ഫുൾ ആണ്, എല്ലാം ഞാൻ ആ റിവ്യൂ വീഡിയോയിൽ ഷെയർ ചെയ്യാം. എന്നാൽ യൂസ്ഫുൾ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലേറ്റസ്റ്റ് ഓഫേഴ്സ് ആൻഡ് ഡീൽസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ആണ് ഈ ഫോണിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ഫീച്ചർ. ഡിസൈൻ അല്ല കേട്ടോ, ഡിസൈൻ അത്രയും കോൺട്രവേഴ്ഷ്യൽ അല്ല. ഓക്കെ, ആൾക്കാർ യൂസ് ടു ആവും, അല്ലെങ്കിൽ ഒരു കവർ ഇട്ടങ്ങ് വെച്ചാൽ പോരെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും
കോൺട്രവേഴ്ഷ്യൽ സംഭവമായിരുന്നു ഇതിലുള്ള ചിപ്പ് സെറ്റ്. കാരണം നത്തിങ് പറഞ്ഞതനുസരിച്ച് അവരുടെ ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സോ എല്ലാവരും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് എന്ന ചിപ്പ് സെറ്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവർ ലോഞ്ചിന് മുന്നേ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റ് ആണ്. അതായത് നമ്മൾ ഈയിടെ പോക്കോ F7ലും പിന്നെ ഐക്യൂടെ നിയോ 10ൽ കണ്ട എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ്. സോ ഈ ചിപ്സെറ്റ് നമുക്ക് ഈസിലി 40,000 റുപ്പീസിന്റെ താഴെ കിട്ടും. നത്തിങ് പറയുന്ന കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. അതായത് അവരുടെ ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. പക്ഷെ മാർക്കറ്റിൽ വേറെ ഫോൺസും ഉണ്ടല്ലോ. സോ നിങ്ങൾ 40,000 റുപ്പീസിന്റെ താഴെ കിട്ടുന്ന ചിപ്സെറ്റ് എടുത്തിട്ട് 80,000 റുപ്പീസിന്റെ ഫോണിൽ കൊണ്ടുപോയി ഇട്ടാൽ ആളുകൾ എന്തായാലും പ്രതികരിക്കും. 12 GB 256 GB ആൻഡ് 16 GB 512 GB ആണ് രണ്ട് റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR5X റാം ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ UFS 4.0 സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നൈസ് ആക്ച്വലി. പക്ഷേ ഞാൻ Antutu ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. നോർമലി 2 മില്യൺ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് 8s Gen 4 മാക്സിമം നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ എനിക്ക് Antutu ഇവിടെ റൺ ചെയ്യാൻ പറ്റിയില്ല. സോ Antutu ആപ്പിൻ്റെ പ്രോബ്ലം ആണോ അതോ നത്തിങ് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ എനിക്കറിയില്ല. എനിവേ റിവ്യൂ വീഡിയോ വരട്ടെ. ചിലപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വരുമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എനിക്ക് ഇൻഡെപ്ത് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരു ഇനീഷ്യൽ ഇംപ്രഷന് വേണ്ടി ഞാൻ ആക്ച്വലി BGMI COD ഗെൻഷിനെ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. BGMIയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് സ്മൂത്ത് അൾട്രാ എക്സ്ട്രീം, അതായത് 120 FPS അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും BGMIയിൽ ഈസിലി നമുക്ക് 115, 120 FPS കിട്ടുന്നുണ്ട്. അതായത് 8s Gen 4 എന്ന് പറയുമ്പോൾ ലൈറ്റ് ചിപ്സെറ്റ് ഒന്നുമല്ല, നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. പക്ഷേ ട്രൂ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് അല്ല. CODയിലും 120 FPS കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആയിരുന്നു. ഗെൻഷിൻ കളിച്ച് നോക്കിയപ്പോൾ ഫോൺ ലേശം ഹീറ്റ് ആയതുപോലെ എനിക്ക് തോന്നി. അതായത് ചെറിയൊരു ഹീറ്റ് നമുക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. പിന്നെ ക്യാമറ സാമ്പിൾസ്, ഫോട്ടോഗ്രാഫി, പ്രത്യേകിച്ചും വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഈ ചുറ്റുമുണ്ടല്ലോ ഈ മെറ്റൽ ഫ്രെയിം, അവിടെ ചെറിയൊരു ചൂട് ഞാൻ ഫീൽ ചെയ്തു. ഐ ഡോണ്ട് തിങ്ക് ഇതിൻ്റെ അകത്ത് കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്ന്. അതായത് ബാക്കി എല്ലാ ഫോൺസിലുണ്ടല്ലോ ഈ വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ, ഇതിലുണ്ടോ ഐ ഡോണ്ട് നോ. കാരണം നത്തിങ്ങിൻ്റെ ആ ബ്രീഫിലും കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇൻഫോർമേഷൻ ഒന്നുമില്ല. സോ എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത് അഡീഷണൽ കൂളിംഗ് വരുന്നുണ്ടെന്ന്. സോ നിങ്ങൾ കുറേ നേരം കുത്തിയിരുന്ന് ഗെയിമിങ്ങും ഹെവി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഹീറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിവ്യൂ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നത്തിങ് OS 3.5 ബേസ്ഡ് ഓൺ Android 15 ആണ് വരുന്നത്. ഓക്കെ, 5 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് നത്തിങ് കൂടെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി വെരി നൈസ്. ഐ ഹോപ്പ് അവരത് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ 7 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റും അവർ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് റിയലി ഫ്ലാഗ്ഷിപ്പ് ലെവൽ. പിന്നെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത് ഈ ഫോണിൽ Android 16 ബേസ് ചെയ്തിട്ടുള്ള നത്തിങ് OS 4.0 വരും. അവിടെ കുറേ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നത്തിങ് OS അറിയാലോ, ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും. ആഡ്സും ബ്ലോട്ട് വേസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളും ഡോട്ട് മാട്രിക്സ് അറിയാലോ, നമ്മൾ ഓൾറെഡി പലതവണ കണ്ടതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. മൈന്യൂട്ട് സ്റ്റട്ടേഴ്സ്, അതായത് ഡെയിലി 1-2 തവണ അങ്ങനെയായിട്ട് മൈന്യൂട്ട് സ്റ്റട്ടേഴ്സ് അവിടെ ഞാൻ ഫേസ് ചെയ്തു. അത് ഐ എം ഷുവർ നത്തിങ് അത് അപ്ഡേറ്റിലൂടെ കറക്റ്റ് ചെയ്യും. ആക്ച്വലി ഈ ഫോൺ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്ത് അകത്ത് കയറിയപ്പോൾ 1.9 GB സൈസ് ഉള്ള ഒരു അപ്ഡേറ്റ് എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ, സോ ഞാൻ അപ്ഡേറ്റ് ചെയ്തത് അതിനുശേഷമാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും UIയിൽ മൂവ് ചെയ്യുമ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ബേസിക്കലി ഈ കാണുന്ന എസെൻഷ്യൽ കീ ആണ്. പിന്നെ ഇത് വെച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന എസെൻഷ്യൽ സ്പേസ്, സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിലുള്ള സംഭവം അത് സേവ് ചെയ്യും. എന്നിട്ട് AI ഉപയോഗിച്ച് അതിൻ്റെ ഒരു ചെറിയ സമ്മറി എഴുതി കാണിക്കും. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വോയിസ് നോട്ടും ആഡ് ചെയ്യാൻ പറ്റും. ഡബിൾ പ്രസ് ചെയ്ത് ഡയറക്ട്ലി എസെൻഷ്യൽ സ്പേസിലേക്ക് കയറാം. പിന്നെ എസെൻഷ്യൽ സെർച്ച് എന്ന ഫീച്ചർ ഉണ്ട്. നമ്മുടെ ആപ്പ് ഡ്രോർ ഉള്ള സെർച്ച് ബാർ ഉണ്ടല്ലോ, അവിടെ നമുക്ക് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫ്ലവർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഗാലറിയിലുള്ള ഫ്ലവറിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. ബിൽഡിംഗ് എന്ന് ഇടുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. എന്നാൽ ഞാൻ സെൽഫി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സെൽഫി ഫോട്ടോസ് ഒന്നും കാണിച്ചു തരുന്നില്ല. ഈ വിഡ്ജറ്റ് കണ്ടോ, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്ന വിഡ്ജറ്റ് ഇത് ബേസിക്കലി എസെൻഷ്യൽ ന്യൂസ് എന്നൊരു ഫീച്ചറാണ്. Welcome to Nothing News. I'm Tim. Nothing News. Your CFO and daily reluctant newsreader. Stay tuned for the usual. Nothing. Kicking off today's episode, rumors suggest that Nintendo Switch on. സംഭവം എന്താണെന്ന് വെച്ചാൽ ന്യൂസ് വായിച്ച് കേൾപ്പിക്കുന്ന ഒരു വിഡ്ജറ്റാണ്. ഐ റിയലി ലൈക്ഡ് ഇത് ആക്ച്വലി. സോ ഇപ്പോൾ ഞാൻ ടെക് ന്യൂസ് മാത്രമാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ന്യൂസ് സെലക്ട് ചെയ്യാൻ പറ്റും. വളരെ നാച്ചുറൽ വോയിസിലാണ് അത് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ ആകാശവാണി ന്യൂസ് വാർത്ത കേൾക്കൂലായിരുന്നു പണ്ടൊക്കെ. ഇത് പ്ലേ ആയിട്ടൊക്കെ വെച്ചാൽ മതി, ആ ഡെയിലി ന്യൂസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഐ റിയലി ലൈക്ക് ദിസ്. ലേറ്റസ്റ്റ് Wi-Fi 7 ആൻഡ് Bluetooth 6 വേണ്ടിയുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. 19 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ 5G കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നെറ്റ്വർക്കിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഡൗൺലോഡ് സ്പീഡ്സ് ഒക്കെ ഓക്കെയാണ്. പിന്നെ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരാറുള്ളത്. ഹാപ്റ്റിക്സ് അടിപൊളിയാണ്, നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. eSIM സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് NFC കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. 6.67 ഇഞ്ച് സൈസുള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED
ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്. 120 Hz വരെയുള്ള റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. LTPO പാനൽ അല്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ LTPO പാനൽ ഇപ്പം എന്തായാലും മസ്റ്റ് ആണ്. ബ്രൈറ്റ്നസ് ധാരാളമുണ്ട്. 4500 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. 1600 നിറ്റ്സ് ആണ് HBM ബ്രൈറ്റ്നസ്. ഔട്ട്ഡോർ ഇൻഡോർ എൻ്റെ ഒരു ഇനീഷ്യൽ യൂസിൽ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പെർഫോമൻസ് ഓക്കെ ആണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഫ്ലാഗ്ഷിപ്പ് ലെവലൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. 5500 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് ഇസ് ഓക്കെ. നോർമലി നത്തിങ് ഫോൺസിന്റെ ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി പെർഫോമൻസ് നല്ലതായിരിക്കും. 1 day ബാറ്ററി ബാക്കപ്പ് ഷ്യൂർലി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റിവ്യൂ വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞു തരാം. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ബോക്സിൽ ചാർജർ വരുന്നില്ല, പ്രത്യേകം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. 15 വാട്ടിന് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ വന്നിരിക്കുന്ന 4 ക്യാമറകളും, ബാക്കിലുള്ള 3 ക്യാമറ ആൻഡ് ഫ്രണ്ടിലുള്ള സെൽഫി ക്യാമറ, ഈ 4 ക്യാമറകളും 50 മെഗാ ആണ്. മെയിൻ ക്യാമറ 50 മെഗാ ഓംനി വിഷൻ സെൻസർ ഉള്ള ക്യാമറയാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50 മെഗാ 3x പെരിസ്കോപ്പ് ക്യാമറ. ഇവിടെ സാംസങ്ങിന്റെ JN5 സെൻസർ ആണ് വന്നിരിക്കുന്നത്. അൾട്രാവൈഡ് ക്യാമറ 50 മെഗാ JN1 സെൻസർ ആണ്. ഇത് നത്തിങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിപ്സെറ്റ് ഫ്ലാഗ്ഷിപ്പ് അല്ല, അറ്റ്ലീസ്റ്റ് ക്യാമറ എങ്കിലും ഒന്ന് സോണിയുടെ അടിപൊളി ക്യാമറകളൊക്കെ കൊടുക്കായിരുന്നു, അറ്റ്ലീസ്റ്റ് 1-2 എങ്കിലും. ഓക്കെ, കാരണം ഇതിൽ വന്നിരിക്കുന്ന അൾട്രാവൈഡ് ഉണ്ടല്ലോ, അത് നത്തിങ് ഫോൺ 1 ഉണ്ടായിരുന്ന ഓർമ്മ ഉണ്ടല്ലോ, 50 മെഗാ അൾട്രാവൈഡ്, സെയിം അൾട്രാവൈഡ് ആണ് വീണ്ടും തന്നിരിക്കുന്നത്. അതായത് ഓവറോൾ ക്യാമറ സെറ്റപ്പിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് സംഭവം ഇല്ല. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളൊരു 40,000 45,000 രൂപ ആയിരുന്നെങ്കിൽ വി ക്യാൻ സേ ഓക്കെ ഗുഡ് ക്യാമറ പെർഫോമൻസ്. പക്ഷേ 80,000 രൂപയ്ക്കുള്ള പെർഫോമൻസ് ഒന്നും ഇല്ല ഇതിൻ്റെ അത്. ഓക്കെ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കിൻ ടോൺ ഒക്കെ ഓക്കെ ആണ്. എന്നാൽ നമ്മൾ 1x ക്യാമറയിൽ നിന്ന് 3x ജമ്പ് ചെയ്യുമ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ല, അത് ഞാൻ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞു തരാം. എൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ 1x ക്യാമറയിൽ നിന്ന് 3x ജമ്പ് ചെയ്യുമ്പോൾ ക്ലിയർലി ആ ഒരു കളർ ടോണിൽ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പലയിടത്തും എച്ച് ഡിറ്റക്ഷൻ അത്രയും കറക്റ്റ്ലി ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും സെൽഫി പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ മുടിയൊക്കെ കട്ടൗട്ടൊക്കെ ക്ലിയർ ആവുന്നില്ല. പിന്നെ പോർട്രേറ്റ് മോഡ് എടുക്കുകയാണെങ്കിൽ 1x 2x 3x ആൻഡ് 4x നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിന്റെ പെരിസ്കോപ്പ് ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇറ്റ്സ് ഗുഡ്. മാക്രോ ഫോട്ടോസ് ഓക്കെ ആണ്. സെൽഫി ഫോട്ടോസ് നല്ലതാണ്. അതായത് സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. ഞാൻ പിന്നെയും പറയാം, ഫ്ലാഗ്ഷിപ്പ് ലെവൽ സംഭവമൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ്. സെൽഫി ഫോട്ടോസിലുള്ള സ്കിൻ ടോൺ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ ചില നൈറ്റ് ഫോട്ടോസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കുക. ഗ്രെയിൻസ് ആണെങ്കിലും ഹൈലൈറ്റ്സ് ആണെങ്കിലും നല്ലോണം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 4K 60 FPS HDR വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ഇസ് നൈസ്. അതായത് സ്പെഷ്യലി റിയർ ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വീഡിയോസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഫോട്ടോഗ്രാഫിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വീഡിയോഗ്രാഫിയാണ്. സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ നത്തിങ്ങിന്റെ സെൽഫി ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത്, അതായത് നത്തിങ് ഫോൺ 3യുടെ സെൽഫി ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന 4K 60 FPS വീഡിയോ ആണ്. നല്ല സ്റ്റേബിൾ വീഡിയോ ആണ്, കണ്ടില്ലേ? പിന്നെ ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സ്റ്റേബിൾ വീഡിയോ ആണ്, കുലുക്കമൊന്നുമില്ല. ഓക്കെ, സോ പിന്നെ ഇത്തരത്തിലുള്ള ഒരു നിങ്ങൾ ഔട്ട്ഡോർ ഒക്കെ വ്ളോഗിങ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഹെഡിൻ്റെ ബാക്കിൽ ലൈറ്റ് വന്നു. ഓക്കെ, ഫോണിൻ്റെ പ്രൈസ് അറിയാലോ, ഭയങ്കര കൂടുതലാണ്. സോ അത്രയും സെൽഫി വീഡിയോ പെർഫോമൻസ് ഒന്നുമില്ല. സ്റ്റിൽ ഇറ്റ്സ് ഡീസൻറ്റ്. നോർമൽ സൂം നോക്കുകയാണെങ്കിൽ 1x 2x 3x 6x ആൻഡ് മാക്സിമം നമുക്ക് വേണമെങ്കിൽ 60x വരെ സൂം ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. 1x 2x 3x 6x ആൻഡ് 60x. സോ ഓവറോൾ എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ, അതായത് ക്യാമറയെക്കുറിച്ചുള്ള ഇനീഷ്യൽ ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഇനിയും അപ്ഡേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഞാൻ ഈ ചിപ്സെറ്റും പിന്നെ ഈ ക്യാമറ സെറ്റപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല. അവിടെ വിവോയുടെ X200 സീരീസും ഈവൻ സാംസങ് ഐഫോൺസ് ഓപ്പോ ഒക്കെ ചെയ്ത് കൂട്ടുന്ന സംഭവം കാണുമ്പോൾ പക്ഷേ അപ്ഡേറ്റിലൂടെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. കാരണം നത്തിങ് അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നോർമലി ഫോൺ ഇറങ്ങുമ്പോൾ അത്രയും നല്ല ക്യാമറ പെർഫോമൻസ് ആവില്ല. പക്ഷേ അതിനുശേഷം അപ്ഡേറ്റ് ഇറക്കി അവർ കുറച്ചുകൂടി ബെറ്റർ ആക്കാറുണ്ട്. ഐ ഹോപ്പ് ഇവിടെയും അങ്ങനത്തെ അപ്ഡേറ്റ്സ് വരും. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 79,999 ആണ് ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതിന്റെ കൂടെ എക്സ്ചേഞ്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നത്തിങ് ഫോൺ 2 ഇല്ലേ, അത് 20 രൂപയ്ക്ക് വാങ്ങിച്ച ഒരാൾ തിരിച്ചു കൊടുത്തപ്പോൾ എക്സ്ചേഞ്ച് ആയിട്ട് 20,000 rupees ഓഫ് കിട്ടി. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വരുന്ന BBD സെയിലൊക്കെ ഉണ്ടല്ലോ, ആ സെയിലിൽ 60 രൂപ 65 രൂപ ആ പ്രൈസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ പ്രൈസിലും ഡിഫിക്കൽട്ടാണ് ഇത്. ഇപ്പോൾ ഈ 80,000 rupeesൻ്റെ താഴെയുള്ള പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ S24 Ultra കിട്ടാൻ ചാൻസ് ഉണ്ട്, ഐഫോൺസ് കിട്ടും, വിവോയുടെ X200 സീരീസ്, ഓപ്പോയുടെ Find X സീരീസ് ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും 60,000 rupees. അത് കിടിലൻ ഫോണാണ്, ഓപ്പോ Find X 8. സോ അതൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ നത്തിങ് ഫാൻ ആയിരിക്കണം. അതായത് നത്തിങ് UI, നത്തിങ്ങിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതൊക്കെ അത്രമാത്രം ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
പക്ഷേ ഈ പ്രൈസിൽ അത് 80,000 റുപ്പീസിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ ആ റിവ്യൂ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവിടെ ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞുതരാം കാര്യങ്ങൾ. സോ ഈ നത്തിങ് ഫോൺ 3നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫ്രാങ്ക് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. നിങ്ങൾ ഈ ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടോ, ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഡിഫറെൻറ്റ് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.